ഫെബ്രുവരി പകുതി ആകുമ്പോഴത്തേക്ക് നമുക്ക് വലിയ നോയമ്പൊക്കെ സ്റ്റാർട്ട് ആവും. അപ്പൊ പള്ളിയിലേക്ക് സാരിയായിട്ടും ടോപ്പിനും ഒക്കെ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഓർഗൻസയാണ് ഇതിന്റെ ബേസ് ഫാബ്രിക് വരുന്നത്. നോയമ്പിന് മാത്രമല്ല കേട്ടോ, അല്ലാണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫാബ്രിക് ആണ് ഓർഗൻസ. അത് നല്ല വീതിയുള്ള, പലർക്കും സാരി വരുമ്പോഴത്തേക്കും വീതി കിട്ടുമെന്നുള്ളൊരു കൺഫ്യൂഷനാണ് വരാറുള്ളത്. ഇതിപ്പോ നല്ല വീതിയുള്ള ഫാബ്രിക് ആണ്. ഫുൾ ബൂട്ടാസ് ആണ് സ്പ്രെഡഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇതുപോലെ വൺ സൈഡിൽ നല്ല ഒരു ബോർഡർ വർക്കും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഈ ഒരു പീച്ച് ബോർഡേഴ്സ് ആണ്. എംബ്രോയിഡറി വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള, ഏകദേശം ഇതിനൊരു 4.5 ഇഞ്ചോളം വീതി വരുന്നുണ്ട് ഈ ബോർഡറിന് തന്നെ. അപ്പൊ നല്ല രസമായിരിക്കും സാരി ആയിട്ട് സെറ്റ് ചെയ്യാൻ. അതല്ല ഒരു അനാർക്കലി പാനൽ കട്ട് പാറ്റേൺ ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സ്കേർട്ടിനാണെങ്കിലും ഒക്കെ നന്നായിട്ട് പോകുന്ന ഒരു പീസാണ്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ടോപ്പ് ആൻഡ് ഷോൾ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ഫസ്റ്റ് കളർ ടോൺ വരുന്നത് ഈ ഒരു ഓഫ് വൈറ്റ് ബേസിൽ പീച്ച് ആണ് നമ്മുടെ ബോർഡർ വരുന്നത്. നമുക്കിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് കാണാം. അടുത്തതൊരു ആഷ് കളർ ടോൺ ആണ്. സെയിം കോൺസെപ്റ്റ് തന്നെ നമുക്ക് ആഷ് ആണ് ബോർഡറിൽ വരുന്നത്. ഇനി നമ്മുടെ ഫ്ലവറിന് കുറച്ച് ഡിഫറൻസ് വന്നുകൊണ്ട് നമുക്കൊരു യെല്ലോ ഫ്ലവർ ആണ് അടുത്തത് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ബൂട്ടാസ് വരുന്നതും ഈ ഒരു യെല്ലോ കളറിൽ തന്നെയാണ് സ്പ്രെഡഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഫ്ലവർ പാറ്റേണും കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഒരു കുറച്ചുകൂടെ ചെറിയൊരു ബോർഡർ വർക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്കാലപ്ഡ് എഫക്റ്റ് ആണ് നമ്മുടെ ബോർഡേഴ്സിനെല്ലാം വരുന്നത്. അതിന്റെ തന്നെ അടുത്ത കളർ ടോൺ വരുന്നത് ഒരു പിങ്കിഷ് ടോൺ ആണ്. അപ്പൊ നമ്മുടെ ബൂട്ടാസിനും ഒരു ലൈറ്റ് പിങ്ക് ടോണും അതുപോലെ തന്നെ ബോർഡറും അതുപോലെ തന്നെ ഒരു പിങ്ക് ടോൺ ആണ്. ഈ ഫാബ്രിക്കിന്റെ എല്ലാം വിഡ്ത്ത് വരുന്നത് 48 to 50 ഇഞ്ചസ് ആണ്. അതുപോലെ തന്നെ സിംഗിൾ ബോർഡറിലാണ് നമുക്ക് ഈ വർക്ക് വരുന്നത്. സോ ഇത് പർച്ചേസ് ചെയ്യാനായി താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് DM ചെയ്യുക. താങ്ക് യു.